കഞ്ചാവ് കേസിലെ പ്രതിയെ പിടികൂടുന്നതിനിടെ കാസർഗോഡ് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് കുത്തേറ്റു. എക്സൈസ് നർക്കോട്ടിക് സ്ക്വാഡിലെ പ്രജിത്ത്, രാജേഷ് എന്നിവർക്കാണ് കുത്തേറ്റത്. ബംബ്രാണിയിലുള്ള ടിയാൻ്റെ വീട്ടിൽ ടിയാൻ അറസ്റ്റ് ചെയ്യാനായി പോയപ്പോൾ ഈ അബ്ദുൾ ബാസിദ് എന്നയാൾ എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും കമ്പി കൊണ്ട് പ്രജിത്തിൻ്റെ കഴുത്തിലേക്ക് കുത്തുകയും ആഴത്തിൽ മുറിവേൽക്കുകയും അതുപോലെ ചുണ്ടിന് താഴെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രാജേഷിൻ്റെ കൈക്ക് ഇരുമ്പ് തണ്ടുകൊണ്ട് ആക്രമിക്കുകയും കാലിന് സാരമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ടിയാനെ ബലപ്രയോഗത്തിലൂടെ നമ്മൾ കീഴടക്കി സ്പെഷ്യൽ സ്ക്വാഡ് ഓഫീസിൽ ഹാജരാക്കിയിട്ടുണ്ട്. അരുൺ പാറക്കലുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, വലിയ തോതിൽ കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലെ പ്രതിയാണല്ലോ അല്ലേ? 108 കിലോ കഞ്ചാവാണല്ലോ അല്ലേ പിടിച്ചെടുത്ത? ആ കേസിലെ പ്രതിയല്ലേ ഇയാൾ അരുൺ? ഉന്മേഷ്, 108 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിലെ പ്രതിയാണ് ഈ ബംബ്രാണ സ്വദേശി അബ്ദുൾ ബാസിദ്. അന്ന് അബ്ദുൾ ബാസിദിനെ എക്സൈസ് പ്രതി ചേർത്തില്ല. പിന്നീട് പ്രതി ചേർത്തപ്പോഴേക്കും ഇയാൾ ഒളിവിൽ പോയ ശേഷം കോടതി വാറണ്ട് അയച്ചിരുന്നു. പക്ഷേ ആ വാറണ്ടിലൊന്നും ഇയാൾ കോടതിയിൽ ഹാജരായില്ല. ഇന്നിപ്പോൾ എക്സൈസ് സംഘം ഇയാളുടെ ബംബ്രാണയിലെ വീട്ടിലെത്തി പ്രതിയെ പിടികൂടാനുള്ള ഒരു ശ്രമം നടത്തുകയായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. ഒരു കമ്പിയെടുത്ത് ഈ ഉദ്യോഗസ്ഥരുടെ കഴുത്തിലേക്ക്, അതായത് ഈ എക്സൈസ് ഉദ്യോഗസ്ഥനായ പ്രജിത്തിന് കഴുത്തിലാണ് പരിക്കേറ്റിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഴുത്തിലാണ് ഈ കമ്പി ഉപയോഗിച്ച് കുത്തിയത്. രാജേഷിൻ്റെ കൈക്കാണ് പരിക്കേറ്റത്. ഇരുവരും ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ പ്രജിത്തിൻ്റെ പരിക്ക് കുറച്ച് ഗുരുതരമാണെന്ന് പറയുന്നുണ്ട്, ഈ കഴുത്തിനെ കുത്തേറ്റതുകൊണ്ട്. എന്തായാലും ഈ പ്രതിയെ ഇന്നിപ്പോൾ പിടികൂടിയിട്ടുണ്ട്, കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. 108 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിലെ പ്രതിയാണ് ഈ അബ്ദുൾ ബാസിദ് കുറേ കാലമായി ഒളിവിലായിരുന്നു എന്നാണ് എക്സൈസ് സംഘം പറയുന്നത്. ഇന്നിപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ആക്രമണം ഉണ്ടാവുകയായിരുന്നു. ഉന്മേഷ്, ശരി. അരുൺ പാറക്കലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത് കാസർഗോഡ് നിന്ന്.